വചന സന്ദേശത്തിലേക്ക് എന്നെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സമൃദ്ധിയുടെ സുവിശേഷം എന്ന ഒരു വിഷയമാണ്. സുവിശേഷം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കൃപയുടേതാണ്. എന്നാൽ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം എന്ന വണ്ണം ദുരിത ഉപദേശങ്ങളുടെ കുത്തൊഴുക്ക് സഭയിലുണ്ടാകുകയും സുഖഭോഗങ്ങൾക്കും അത്യാർത്തിയും അമിത ഭക്ഷണവും മറ്റ് സമൃദ്ധിയും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് സമൃദ്ധിയുടെ ഒരു സുവിശേഷം എന്നുള്ളൊരു ശാഖയും കൂടെ ഇന്ന് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരു വിഭാഗം അതിനെതിരായി പറയുന്നു, ചില വിഭാഗം അതിനനുകൂലമായിട്ട് സംസാരിക്കുന്നു. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന എല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണെന്നും ക്രിസ്തീയ വിശ്വാസി രാജകീയ പുരോഹിത വർഗമാകിയാൽ ഒരു രാജാവിനെ പോലെ സകലതും അനുഭവിച്ച് മുന്നേറേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത ചില വിഭാഗം ആളുകളിൽ വരികയും പാശ്ചാത്യരുടെ ഇടയിൽ വരികയും തുടർന്ന് ലോകവ്യാപകമായി അത് പടർന്നു പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ശാരീരികവും മാനസികവുമായ സമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അത് തന്നെ ആവശ്യമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടരാകട്ടെ ഇതെല്ലാം വ്യക്തിപരമായി അനുഭവിക്കുകയും ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റിനെ തടയിടുവാൻ വേണ്ടി ദൈവവചനത്തിൽ കാണുന്ന സമൃദ്ധിയെ നിസാരവൽക്കരിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫലത്തിൽ മലയാളത്തിൽ ഒരു ചൊല്ലുള്ളതുപോലെ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്നുള്ള രീതിയിൽ സമൃദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ളത്. ഈ തരുണത്തിൽ യഥാർത്ഥത്തിലുള്ള സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷത്തിൽ സമൃദ്ധിയുടെ സ്ഥാനം എന്താണ്, അങ്ങനെ സമൃദ്ധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മാത്രമല്ല സമൃദ്ധി എന്തിനു വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നീ കാര്യങ്ങൾ സമഗ്രമായി ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു മുമ്പ് എന്താണ് സുവിശേഷം? 2 തീമോഥെയോസിന്റെ ലേഖനം 2:8 ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാണ് എൻ്റെ സുവിശേഷം. യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ മടങ്ങിവരവും ഉൾക്കൊള്ളുന്നതാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യേശുവിൻ്റെ മടങ്ങിവരവും ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ യെശയ്യാപ്രവചനം 61 അധ്യായത്തിലെ പ്രവചന ഭാഗം എടുത്ത് തൻ്റെ ശുശ്രൂഷയുടെ നിവൃത്തിയെക്കുറിച്ച് യേശു പറയുമ്പോൾ ലൂക്കോസിന്റെ വിശേഷം 4:15 ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത്. കർത്താവ് പറയുന്നത്, ദരിദ്രനോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദ വർഷവും പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇപ്പറഞ്ഞവയെല്ലാം ആത്മീയ കാര്യങ്ങളാണ് എന്ന് നാം സമ്മതിക്കുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് വ്യാഖ്യാനിച്ചാൽ ദരിദ്രരോടുള്ള സുവിശേഷം യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങളുടെ ദാരിദ്ര്യം മാറും എന്നതാണ് ദരിദ്രരോടുള്ള സുവിശേഷം. ഫിലിപ്പ് ലേഖനം 4:19 ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പൗലോസ്ലീഹ റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ പറയുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു. അപ്പോൾ സമൃദ്ധി എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പശ്ചാത്തലം തന്നെ നോക്കിയാൽ ഒരു 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്ഥിതിയാണോ ഇന്നുള്ളത്? അന്ന് പൊതുവെ ഭക്ഷണമില്ല, വസ്ത്രമില്ല, വീടില്ല, റോഡില്ല, ഇന്നുള്ള ആധുനിക സൗകര്യമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെട്ട വേദശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഗാനങ്ങളാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതാണ് നമ്മുടെ പശ്ചാത്തലത്തിൽ നാം വളർന്നു വന്നത്. ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ ഇന്ന് രാജ്യവും ജനങ്ങളും സമൃദ്ധിയുടെ ഭാഗമാണ്, സമൃദ്ധിയുടെ പാതയിലാണ്. മാത്രമല്ല വിശ്വാസികളിൽ തന്നെ എത്രയോ ആളുകൾ വളരെയധികം സമ്പത്തുള്ളവരായി അത് എന്ത് ചെയ്യണമെന്നറിയാതെ
ഡെഡ് മണിയായി കിടക്കുന്ന ആളുകളുണ്ട്. ബംഗ്ലാവും ആഡംബര കാറുകളും നക്ഷത്ര ഹോട്ടലും വിമാനയാത്രയും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന അനേകർ അവർ പ്രസംഗിക്കുമ്പോൾ പോവർട്ടി ഗോസ്പലാണ്. അതൊരു വിരോധാഭാസമാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സമൃദ്ധി ദൈവജനത്തിൽ വാഗ്ദാനം ചെയ്യുന്നില്ല എങ്കിൽ വിദേശങ്ങളിൽ എന്തിനാണ് നാം ജോലി തേടി പോകുന്നത്? അതിലും കഷ്ടമായിരിക്കുന്നത് അവിടെ വിദേശങ്ങളിലുള്ളവരെ സന്ദർശിക്കുവാനായി പോകുന്ന പോവർട്ടി ഗോസ്പലിൻ്റെ ആളുകളുടെ അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സമൃദ്ധി സുവിശേഷത്തിലുണ്ട്. നാം എന്നാൽ ഇതെല്ലാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവജനത്തെ യഥാർത്ഥത്തിൽ അത് പഠിപ്പിക്കാതിരിക്കുന്നത് ഒരു വഞ്ചനയാണ്. ഒന്നുകിൽ നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രശ്നം. ഒരിക്കലും വചനത്തിൻ്റെ പ്രശ്നമല്ല, പ്രശ്നം നമ്മുടേതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവവചനം എന്താണ് സമൃദ്ധിയെക്കുറിച്ച് പറയുന്നത് എന്ന് ദൈവജനം നിശ്ചയമായും തിരിച്ചറിയേണ്ടത് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുക. ഒരിക്കൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ യേശുവിനെ അടുക്കൽ വന്നിട്ട് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ചോദിക്കുകയാണ്, നിത്യജീവനെ സ്വായത്തമാക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? കർത്താവ് പറഞ്ഞു, ഞാൻ അതൊരു വ്യാഖ്യാനിച്ച് പറയാം. കർത്താവ് പറഞ്ഞു, മോനെ, നന്മയൊന്നും ചെയ്യണ്ട, നന്മയല്ല നിത്യജീവനെ പ്രാപിക്കാൻ ചെയ്യേണ്ടത്, പക്ഷേ കൽപ്പനകൾ പ്രമാണിക്കണം. അപ്പോൾ അവൻ ഏവ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പറയാണ്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്താണ്? അവിടെ നോക്കുക, അവൻ അത്രയും ആളുകളുടെ ഇടയിൽ സ്മാർട്ടാകാൻ ശ്രമിക്കുകയാണ്. സാധാരണക്കാർക്ക് പ്രമാണിച്ചു പോരുവാൻ പറ്റാത്ത എല്ലാ കൽപ്പനകളും അവൻ ആചരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഇനി എനിക്കെന്താ കുറവുള്ളത്? അപ്പോൾ അവൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നീ സൽഗുണപൂർണനാകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമ്പത്തിലായിരുന്നു അവൻ്റെ ഹൃദയം ഇരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10:23 അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞെന്നാണ് പറയുന്നത്. യേശു പറയാണ്, കുഞ്ഞുങ്ങളെ, സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എത്ര പ്രയാസം എന്ന് പറഞ്ഞു. ഉടനെ ശിഷ്യന്മാർ വിസ്മയിച്ചു. ശിഷ്യന്മാർ പറയുക അതിൻ്റെ 24 വാക്യത്തിൽ, മക്കളെ, ശിഷ്യന്മാർ ചോദിച്ചു, ആർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയും? ഉടനെ കർത്താവ്, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അതായത് സമ്പത്തല്ല പ്രശ്നം, സമ്പത്തിനോടുള്ള മനോഭാവമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായും യേശു പഠിപ്പിച്ചു. അതുകൂടാതെ പൗലോസിന്റെ ലേഖനങ്ങളിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് മത്തായി സുവിശേഷം 6:19 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിപ്പിൻ. കാരണം നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പോൾ നിക്ഷേപമല്ല പ്രശ്നം, നിങ്ങളുടെ നിക്ഷേപം എവിടെ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള പ്രശ്നം. നിത്യതയെക്കുറിച്ച് ദർശനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് നിക്ഷേപം അവൻ്റെ ഹൃദയത്തിൽ കയറുകയില്ല. അവൻ്റെ നിക്ഷേപമെല്ലാം തൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഉപകാരപ്രദമാക്കി തീർക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇടയിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് അല്പമായി സമ്പത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നാട്ടിൽ വന്ന് നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത്, മിക്കപേരും പട്ടണത്തോടടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചിടും. അത് മതിലൊക്കെ കെട്ടി അടുത്തൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആരംഭിച്ച് അവർ പിന്നെയും കടന്നു പോകും. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ അവർ പ്രായമാകുമ്പോൾ ജോലി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒരു ഭവനമൊക്കെ പണിത് ഇവിടെ അവരുടെ ശിഷ്ടകാലം ചിലവിടണം. അപ്പോൾ ഭാവിയെക്കുറിച്ച് അവർക്ക് ചിന്തയുണ്ട്. ഇത് തന്നെയാണ് ദൈവജനത്തിൽ നമ്മൾ കാണുന്നത്. നിത്യതയെക്കുറിച്ച് കൃത്യമറിയാവുന്ന ഒരു വ്യക്തിക്ക്, നിത്യതയെക്കുറിച്ച് ദർശനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് തന്നെ നിയന്ത്രിക്കുകയില്ല. ദാരിദ്ര്യം ശാപത്തിന്റെ അനന്തരഫലമാണെന്ന് ആവർത്തന പുസ്തകം 28:1 മുതൽ 17 വരെ വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല, ദാരിദ്ര്യവും രോഗവും ദുഃഖവും എല്ലാം
പാപത്തിൻ്റെ ഫലമായി വന്നതാണെന്ന് നമുക്കറിയാം. എന്നാൽ ലോകജനത്തിൻ്റെ സമൃദ്ധി നമുക്കറിയാം. ലോകജനത്തിന് അനേകർക്ക് സമൃദ്ധിയുണ്ട്. അതിൻ്റെ കാരണം അവർ ആ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. ദൈവം കൊടുത്തിരിക്കുന്ന തത്വം, ആദാമിൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച എല്ലാവർക്കും ദൈവം സൂര്യനും വെളിച്ചവും വെളിച്ചവും വെള്ളവും നൽകുന്നത് പോലെ തന്നെ അവർ നട്ടു കഴിഞ്ഞാലുണ്ടാകും, അവർ ബിസിനസ് ചെയ്താലുണ്ടാകും, അവർ അധ്വാനിച്ചാലുണ്ടാകും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയാണ്, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായി തീരും. അവിടെ 2 കാര്യമുണ്ട്. നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നീ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. പഴയ നിയമ കാലഘട്ടത്തിൽ അനുഗ്രഹം എന്ന് പറയുന്ന ആത്മീയമല്ല, ഭൗതികമായിരുന്നു. എല്ലാ മേഖലകളിലും ധനവും സമൃദ്ധിയും സമ്പത്തും മക്കളും പുത്രസമ്പത്തും. അതുകൊണ്ടാണ് ദൈവജനത്തിലെല്ലാം അതിനെയാണ് പൂർത്തി പഴയ നിയമകാലത്തിൽ നാം കാണുന്നത്. എന്നാൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് പകരപ്പെടുന്നത് നമ്മൾ കാണുന്നു. അത് യേശുക്രിസ്തു എന്ന ഏകനിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷയാണ് പറയുന്നതെങ്കിലും അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന എല്ലാ സമൃദ്ധിയും അതിൽ ഒരു പാക്കേജാണ്, ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവജനത്തിന് അത് ലഭ്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും 1 കൊരിന്ത്യർ 4:2 നമുക്ക് മുന്നറിയിപ്പും കൂടെ ദൈവജനത്തിൽ തരുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. നമ്മളിവിടെ കാര്യവിചാരകത്വത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഉദാഹരണത്തിന് നമ്മളുടെ പിതാക്കന്മാർ, ഇന്ന് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന പ്രോപ്പർട്ടി, ഭൂമി, നമ്മുടെ പിതാക്കന്മാർ താമസിച്ച, തലമുറകളായി താമസിച്ച, അവരാരും ഇത് കൊണ്ടുപോയില്ല, നമ്മളും കൊണ്ടുപോകത്തില്ല. അതർത്ഥമാക്കുന്നത് ഇവിടെ സ്വന്തമായി ആർക്കും ഒന്നുമില്ല, ദൈവം തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മളതെങ്ങനെ ചെയ്യുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. സദൃശവാക്യം 10:22 നമ്മൾ കാണുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. ആവർത്തന പുസ്തകം 8:15 പറയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത്. അതായത് ഒരു ദൈവവൈതലിന് സമൃദ്ധി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ലൂക്കോസ് 12:15 കർത്താവ് ഒരു വാണിംഗ് തരുന്നുണ്ട്, മുന്നറിയിപ്പ് തരുന്നുണ്ട്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരം ആയിരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. മാത്രമല്ല പൗലോസ് ശ്ലീഹ 1 തീമോഥെയോസ് 6:10 പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും ഫലമാണ്. അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നം ദ്രവ്യാഗ്രഹമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിത്യതയെക്കുറിച്ച് കൃത്യമായ അറിവില്ലായ്മയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ 10-80 അല്ലെങ്കിൽ കുറച്ചും കൂടെ വർഷം ആളുകൾ ജീവിക്കും. അതിൽ ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമ്പോൾ മാത്രമേ നമ്മളെ ആളുകൾ ബഹുമാനിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആരുമില്ല. ഇതുകൊണ്ട് ഈ വെറും കടന്നു പോകുന്ന നൈമിഷികമായിരിക്കുന്ന ഈ കാലം ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരവസരമാണ്, വിശ്വസ്തരായിരിക്കാനുള്ള ഒരവസരമാണ് ദൈവം നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 3:11 കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ഏറ്റവും ശക്തമായി കർത്താവ് പറയുന്ന ഒരു ഭാഗം ലൂക്കോസിന്റെ വിശേഷം 16-ാം അധ്യായത്തിൽ അനീതിയുള്ള കാര്യവിചാരകനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചപ്പോൾ യജമാനൻ അവനെ പ്രകീർത്തിച്ചു. ആ സംഭവം പറഞ്ഞിട്ട് അത് കർത്താവ് നിത്യതയുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 16:9 അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് അത്? അനീതിയുള്ള മാമോൻ. മാമോൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ ദേവനാണ്.
നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്ത് അനീതിയും ചെയ്യുവാൻ ശക്തിയുള്ളതാണ് പണമെന്നുള്ളത്. എന്നാൽ ബുദ്ധിമാനായിരിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ ഭാവിയെ ഓർത്തു. തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു കഴിയുമ്പോൾ തനിക്ക് പാർക്കുവാൻ സ്ഥലമില്ല, അതുകൊണ്ട് ബുദ്ധിയോടെ പ്രവർത്തിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തായിരിക്കണം? ബുദ്ധിയോടെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതായത് നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ, സമയം, സമൃദ്ധി എല്ലാം നിത്യതയ്ക്ക് ഒരുങ്ങുവാനുള്ള, നിത്യതയിൽ തെളിയിക്കപ്പെടുവാനുള്ള ഒരു അവസരമായിരിക്കുക. അത് വിശ്വസ്തയോട് ചെയ്യണമെന്നാണ് ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങൾ ആർക്ക് ഫലമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായതിനെ ആർ തരും? ഈ നശിച്ചു പോകുന്ന, ഈ ഭൂമിയിൽ മാത്രം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന, അനീതി കാണിക്കുവാൻ ശക്തിയുള്ള മാമോനിൽ പോലും നിങ്ങൾക്ക് വിശ്വസ്തരായില്ലെങ്കിൽ നിത്യതയുടെ ദാനങ്ങളെ എങ്ങനെ കർത്താവ് നിങ്ങൾക്ക് തരും? എന്നിട്ട് പറയുകയാണ്, 2 യജമാനന്മാരെ സേവിക്കാൻ ഒക്കത്തില്ല. 2 തോണിയിൽ കാലുചുറ്റിക്കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് ഒക്കുകയില്ല. ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ ദൈവം. അവിടെ ബോർഡർ ലൈൻ ഈസ് കറക്റ്റ്, ക്ലിയർ. അതിൻ്റെ അതിർത്തി കൃത്യമാണ്. ഇവിടെ ജീവിക്കുവാൻ ദൈവം ഒരവസരം നൽകുമ്പോൾ, നമുക്ക് ഉള്ള സാഹചര്യങ്ങളെ നൽകുമ്പോൾ, അതിൽ നമ്മുടെ വിശ്വസ്തതയെ തെളിയിക്കുന്നതനുസരിച്ചാണ് നിത്യതയിൽ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് ദർശനമുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും അവിശ്വസ്തനായിരിക്കാൻ ഒക്കുകയില്ല. തൻ്റെ സമ്പത്ത് ദുരുപയോഗം ചെയ്യുവാനായിട്ട് ഒക്കുകയില്ല. താനെപ്പോഴും തൻ്റെ ഭാവിയെക്കുറിച്ച് വിചാരമുള്ളവനായിരിക്കും. ഭാവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവൻ നിത്യതയെക്കുറിച്ച് വിചാരമുള്ളവനായിരിക്കും. അങ്ങനെയുള്ളവൻ്റെ സമ്പത്ത് ഒരിക്കലും അവനെ യജമാനനാകില്ല. തന്നെ അനുസരിക്കുന്ന ഒരു ദാസൻ മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ സമ്പത്ത് നമ്മുടെ യജമാനന്മാരായി, സമ്പത്തിൻ്റെ ദാസന്മാരായി നാം തീരുന്നതിനിടയായിത്തീരും. സമൃദ്ധിയുടെ സുവിശേഷത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ സമൃദ്ധിയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8ഉം 9ഉം അധ്യായങ്ങൾ. പരമ്പരാഗതമായി നാം വിശ്വസിച്ച് പോരുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി വചനം നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ബോധ്യമാകുന്നതിനിടയായിത്തീരും. കർത്താവ് താൻ എഴുന്നേറ്റതിന് ശേഷം ലോകമൊക്കെയും സാക്ഷികളായി തീരുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ലോകമൊക്കെയും സാക്ഷികളായി തീരുവാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിൽ അവർ ചെയ്തത് എന്താണ്? അവർ ആത്മാവിൻ്റെ കുത്തൊഴുക്കിൽ, ആ ആത്മാവിൻ്റെ ഉന്മാദത്തിൽ, അത് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്, അവർ കർത്താവിൻ്റെ കൽപ്പനകളെ മറന്നു. അവർ വിചാരിച്ച കർത്താവ് ഇപ്പോൾ ഉടനെ മടങ്ങി വരും. അവർ സകല കാര്യങ്ങളും എന്ത് വിറ്റ് പെറുക്കി എല്ലാം പൊതുവക എന്ന് എണ്ണി അവിടെ ഇരുന്ന് ശാപ്പാടടിക്കാൻ തുടങ്ങി, പ്രാർത്ഥനയും ആരാധനയുമായി തുടങ്ങി. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സാക്ഷികളായി തീരണം. എന്നാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ വലിയ ഇരുട്ടടിയ പോലെ വലിയ പീഡനം വന്നു. സഭ ചിതറപ്പെട്ടു. അപ്പോഴേക്ക് ഇവർക്കുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ നിലം ജന്മം വിൽക്കരുത് എന്നുള്ള കൽപ്പന ഉണ്ടായിട്ടും കൽപ്പനയുടെ കീഴിലല്ല, കൃപയുടെ കീഴിലായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർ വീണ്ടും സ്ഥലം വിൽക്കുവാനിടയായി തീർന്നു. കാരണം കർത്താവ് നാളെ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് അവരെല്ലാം വിറ്റ് തിന്നു. ഇത് നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിലെ സഭ ദരിദ്രയായി തീർന്നു. അവർക്കൊന്നുമില്ല. അതിൻ്റെ കൂടെ വലിയ ക്ഷാമവും ദേശം മുഴുവനും ഉണ്ടായി. അപ്പോൾ പൗലോസ്ലീഹ കൊരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ കൃപ അനുഭവിച്ചത് ഈ യഹൂദന്മാരിലൂടെയാണ്. അതുകൊണ്ട് ജാതികളായിരിക്കുന്ന നിങ്ങൾക്ക് അവരോടൊരു കടപ്പാടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് സമൃദ്ധിയായി നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ ഒരു ധനശേഖരണം നടത്തുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഭാഗത്തിൽ പറയുന്നതാണ് ഈ 8ഉം 9ഉം അധ്യായങ്ങൾ. അതിൻ്റെ 8ൻ്റെ 1 ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആ 9-ാം അധ്യായത്തിൻ്റെ 14-ലും പറയുന്നുണ്ട് അതിമഹത്തായ ദൈവകൃപ. എന്താണ് ഈ അതിമഹത്തായ ദൈവകൃപ? ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗിവിങ്. കൊടുക്കുവാനുള്ള കൃപയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. റോമാലേഖനം 12-ന്റെ 8
കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഔദാര്യം ചെയ്യുവാനുള്ള കൃപ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 12:28 പറയുമ്പോൾ സഹായം ചെയ്യുവാനുള്ള കൃപ. ഇതൊരു കൃപാവരങ്ങളിൽപ്പെട്ടതാണ്. ഇത് തന്നെ ഗിഫ്റ്റ് ഓഫ് ഗിവിങ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. കൊരിന്തിലുള്ളവർ, ഞാൻ ഈ വാക്യം മുഴുവനായി അതേപോലെ വായിക്കാതെ അതിൽ വിശകലനം ചെയ്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധാപൂർവം വായിക്കുവാൻ ഞങ്ങളോട് അപേക്ഷിക്കുക. കഷ്ടതയും കഠിന ശോധനയും മഹാദാരിദ്ര്യവുമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവർക്ക് സമൃദ്ധിയായിട്ട് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവർ ധാരാളം ഔദാര്യം കാണിച്ചു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാപ്തിക്ക് മീതെ നിങ്ങൾ കൊടുത്തു, സ്വമേധയാ നിങ്ങൾ കൊടുത്തു. മാത്രമല്ല, നിങ്ങൾ പണം മാത്രമല്ല കൊടുത്തത്, അങ്ങനെയുള്ള പണം വേണ്ടെന്ന് പൗലോസ് പറയുക. മുന്നമേ നിങ്ങൾ കർത്താവിന് കൊടുത്തു, അതിനുശേഷം ഞങ്ങൾക്കും കീഴ്പ്പെടുത്തി തന്നു. അതാണ് നിങ്ങളുടെ കൊടുക്കലിൻ്റെ പ്രത്യേകത. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ ഈ ധർമ്മശേഖരണം നിവർത്തിക്കണം. 7-ാം വാക്യത്തിൽ പറയുമ്പോൾ ഈ ധർമ്മശേഖരത്തിൽ നിങ്ങൾ മുന്തി വരുവീൻ എന്ന് പറയുക. എന്നിട്ട് അതിൻ്റെ 8-9 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ പറയുന്ന ഉടനെ നിങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഒക്കണമെന്നില്ല. പക്ഷേ ഇവിടെ പറയാം, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. എങ്ങനെ സമ്പന്നനായിരുന്നു? സകല ചരാചരത്തെയും പ്രപഞ്ചത്തെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏത് കുടുംബത്തിലും ജയിക്കുവാനുള്ള സാവകാശമുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലാണ് രാജാവ് ജനിക്കുവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് വിദ്വാൻമാർ അങ്ങോട്ട് പോയത്. എന്നാൽ ഈ ഭൂമിയിൽ ഭവനമില്ലാത്തവന് പ്രതിനിധി ചെയ്തുകൊണ്ട് അവൻ ജനിച്ചത് വഴിയമ്പലത്തിലാണ്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് വളർന്നത്. ഏത് ദരിദ്രനെയും പ്രതിനിധിയായിക്കൊണ്ട് കർത്താവ് അങ്ങനെ വളർന്നു വന്നു. എന്നാൽ ഇവിടെ പറയുക, അവൻ സമ്പന്നനായിരുന്നിട്ട് എന്തായിത്തീർന്നു? അവൻ ദരിദ്രനായിട്ടാണ് ഇവിടെ ജനിച്ചത്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു. ഈ അധ്യായത്തിൽ ആത്മീയ സമ്പത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഭൗതിക സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ പറയാറുണ്ട് ഇത് ആത്മീയതയെക്കുറിച്ച്. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്നാണ് ആത്മീയമായി ദരിദ്രനായി തീർന്നത്? ആത്മീയമായി താൻ സമൃദ്ധിയായിരുന്നു, സമ്പന്നനായിരുന്നു. ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതികം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഇവിടെ പറയുന്നത്, തൻ്റെ മക്കൾ എന്നും ദരിദ്രത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സമൃദ്ധി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ നമ്മൾ പിന്നെയും താഴോട്ട് വരുമ്പോൾ കാണുന്നത് അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, മനസ്സൊരുക്കം ഉള്ളതുപോലെ കൊടുക്കണം. പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കും. ഉദാഹരണത്തിന്, നമ്മളുടെ ഇടയിൽ 10 ലക്ഷം രൂപ കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി ദൈവനാമത്തിന് വേണ്ടി 10,000 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷെ ആ സഭയിൽ തന്നെ 1000 രൂപ കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തി പണിയെടുത്ത് 2000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ 10,000 രൂപ കൊടുത്ത ആളാണ് വലുത്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിലോ? അത് തന്നെയാണ് ലൂക്കോസ് 21:2 കർത്താവ് പറയുന്നുണ്ട്, ഒരു ദരിദ്രയായിരിക്കുന്ന വിധവ. അവിടെ സമ്പന്നന്മാർ സമൃദ്ധിയിൽ നിന്ന് കിഴികെട്ടി വലിയ കിഴിക്കെട്ടുകൾ പണം അവിടെ കൊണ്ടിട്ടിട്ടും കർത്താവ് പറയും, ഇവളുടെ 2 കാശാണ്. നമുക്കുള്ളതനുസരിച്ച് നല്ല ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമായിട്ട് വരുന്നതെന്ന് ദൈവവചനം പറയും. അതിൻ്റെ 13-ാം വാക്യത്തിൽ, 8-ന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകയണം. അതായത് ഒരു ദൈവവൈതലിൻ്റെ സമൃദ്ധി ദൈവം ആഗ്രഹിക്കുന്നത് സഭയിൽ സോഷ്യലിസം വരുത്തുവാൻ വേണ്ടിയാണ്. സമൃദ്ധിയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിവൃത്തിയില്ലാത്തവൻ്റെ, കഷ്ടപ്പാടുള്ളവൻ്റെ ഭാരം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധി അവനെ സഹായിക്കുന്നതിനിടയായി തീരണം. അങ്ങനെ സമത്വം ഉണ്ടാകണം എന്നാണ് ദൈവവചനം പറയുന്നത്. അതിൻ്റെ വാക്യം താഴോട്ട് വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ നടത്തി വരുന്ന ധർമ്മശേഖരത്തിൽ ആരും അപവാദം പറയാതിരിപ്പാൻ ഞങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ യോഗ്യമായി
കരുതുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തുറന്ന ഒരു പുസ്തകമായിരിക്കണം. സാമ്പത്തിക മേഖല മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും തുറന്ന രീതിയിലുള്ളവരായിരിക്കണം. അതാണ് ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ 9-ാം അധ്യായത്തിന്റെ 1 പറയുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദൈവാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമില്ല. അഖായ കീഴാണ്ട് മുതൽ തലേ വർഷം മുതൽ ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുക. 5-ാം വാഗ്ദത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയാണ്, വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് കൊടുക്കാൻ ഒരുങ്ങിയിരിക്കും. അതായത് നിങ്ങൾ പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് കൊടുക്കണം. 6-ാം വാക്യത്തിൽ പറയാം, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഈ ദൈവവചനത്തിന്റെ തത്വം എങ്ങനെ സമൃദ്ധി ആകുവാൻ ആഗ്രഹിക്കുന്നുവോ സമൃദ്ധിയുടെ അളവനുസരിച്ച് 1 ഏക്കറാണ് വിതയ്ക്കുന്നെങ്കിൽ അതിനനുസരിച്ച് കൊല്ലും, 10 ഏക്കറിനാണ് വിതയ്ക്കുന്നെങ്കിൽ അതിനനുസരിച്ച് കൊയ്യും എന്നതുപോലെ നമുക്കുള്ളതിനനുസരിച്ച് ദൈവത്തിന്, ദൈവവേലയ്ക്ക്, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി നാം നിക്ഷേപിക്കുമ്പോഴാണ് അത് സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതാവുന്നത്. ഇങ്ങനെ സങ്കടത്താലല്ല, നിർബന്ധത്താലല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. അത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വാക്യം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സത്പ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. നമുക്ക് തൃപ്തി ഉണ്ടാകുവാൻ മാത്രം സമൃദ്ധി നമുക്കുണ്ടാകണം. ചിലർ എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല, അവരെ കുറിച്ചല്ല പറയുന്നത്. നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമൃദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവിടെ പറയാണ്, സകല സൽപ്രവൃത്തിയിലും വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ. ഏത് കൃപ? ഗിഫ്റ്റ് ഓഫ് ഗിവിങ്. പെരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഭവനത്തിൽ ആവശ്യമായിരിക്കുന്ന ഭക്ഷണം നൽകിയെങ്കിലേ, കുഞ്ഞുങ്ങൾക്ക് നൽകിയെങ്കിലേ മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. അവർക്ക് വസ്ത്രം കൊടുക്കുവാനുള്ള സൗകര്യം എനിക്കുണ്ടെങ്കിലേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ. എന്നതുപോലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം സൽപ്രവൃത്തികളിൽ മുന്തി വരണമെന്ന്. ഞാൻ നോക്കിയപ്പോൾ പുതിയ നിയമത്തിൽ 39-ലധികം വാക്യങ്ങൾ സത്പ്രവൃത്തി ചെയ്യണം. ദൈവമക്കളെ സത്പ്രവൃത്തിക്കാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ് നമ്മളെ നിയോഗിച്ചാക്കിയിരിക്കുന്ന വാക്യങ്ങൾ 39 ഞാൻ കണ്ടു, 39 സ്ഥലങ്ങളിൽ കണ്ടു. അതായത് ഇതൊരു ദൈവ പൈതലിൻ്റെ കർത്തവ്യമാണ്. എനിക്ക് സമൃദ്ധിയില്ല, ഞാൻ എങ്ങനെ മറ്റുള്ള ഒരാളെ സഹായിക്കും? അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം അടുത്ത വാക്യത്തിൽ, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദരിദ്രൻ ദാരിദ്ര്യത്തിൽ കഴിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വാരി വിതറി കൊടുക്കുന്ന ഒരു ദൈവം അവന്റെ ദൈവമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. അതിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം വരുവാൻ. 10-ാം വാക്യത്തിൽ ഇങ്ങനെ, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരം നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും. അപ്പോൾ ദൈവമാണ് നമുക്ക് സമൃദ്ധിയെ നൽകുന്നത്, ദൈവമാണ് അതിനുള്ള വിത്ത് നൽകുന്നത്, ദൈവമാണ് സാഹചര്യം നൽകുന്നത്. എന്നിട്ട് പറയുകയാണ്, അത് നിങ്ങൾ വിതച്ചെങ്കിലേ അത് പൊലിക്കുകയുള്ളൂ, മാത്രമല്ല നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. അതായത് ദൈവത്തിന് സ്തോത്രം വരണം. അതെങ്ങനെയാണെന്നുള്ളത് തുടർന്ന് നിന്നെയും വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഈ നടത്തുന്ന ധർമ്മശേഖരണത്തിൽ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു. എങ്ങനെയാണ് ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമായി തീരുന്നത്? ഞാനത് വിശദമാക്കാം. നമുക്ക് സുവിശേഷ പ്രവർത്തനത്തിന് പോകുവാൻ കഴിയാത്ത, ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരിക്കലും ദൈവത്തെക്കുറിച്ച് അറിയാത്ത, സത്യമറിയാത്ത ഒരു ഗ്രാമം നിങ്ങൾ ദത്തെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് പോകാൻ ഒക്കുകയില്ല. നിങ്ങൾ അതിന് പകരമായി മറ്റൊരാളെ നിയോഗിച്ചയക്കുന്നു. അതിനുവേണ്ടി സാധ്യമായിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും പ്രാർത്ഥനയും നിങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം ചെന്ന് സുവിശേഷം പറയുമ്പോൾ കർത്താവിനെ കണ്ടെത്തുന്ന ഓരോ വ്യക്തികളും
അല്ല, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വിവിധ തരത്തിൽ ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ വേലയ്ക്ക് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂലം ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മാവ് രക്ഷയിലേക്ക് വരുമ്പോൾ അവർ കരയറ്റുന്ന സ്തോത്രമെല്ലാം, ഓരോ സ്തോത്രവും നിങ്ങളുടെ അക്കൗണ്ടിലേക്കുമാണ് പോകുന്നത്. ഇതിന്റെ ഫലം നിത്യതയിലാണ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ബോധ്യം വരുന്നത്. മാത്രമല്ല, ഇവിടെയും നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദൈവ നിത്യതയ്ക്ക് നിങ്ങൾ നിക്ഷേപിക്കുക, സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിക്ഷേപിക്കുക. ചിലപ്പോൾ ചിന്തിക്കും, ഇല്ലാത്തവൻ എന്ത് ചെയ്യും? ഇല്ലാത്തവനാണ് കൂടുതൽ കൊടുക്കുമ്പോൾ ദൈവം കണക്കിടുന്നത്. ഇല്ലാത്തവന് സമൃദ്ധി ഉണ്ടാകാനുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമൃദ്ധിക്ക് വേറൊരു ഷോർട്ട് കട്ടില്ല. വിതയ്ക്കുക. രണ്ടാമത് പറയുകയാണ്, ഇങ്ങനെ വിതയ്ക്കുമ്പോൾ അത് പൊലിപ്പിക്കും. അതുകൊണ്ടാണ് മലാഖ്യ പ്രവചനത്തിൽ കർത്താവ് പ്രവാചകനിലൂടെ പറയുകയാണ്, ഒരു വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ പരീക്ഷിച്ചു നോപ്പിൻ. അപ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ അത് ഫലമുണ്ടാകും. ദൈവനാമത്തിന് കൊടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ദൈവവേലയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവദാസന് കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ ഒരിക്കലും നൽകരുത്. ദൈവം അത് വെറുക്കുന്ന ഒന്നാണ്. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുകൊണ്ടല്ല കൊടുക്കുന്നത്, അത് മുഖസ്തുതിയാണ്. നിങ്ങൾ കൊടുക്കേണ്ടത് ദൈവത്തെ നോക്കിക്കൊണ്ട് വേണം. അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരിതാപം ഉണ്ടാകത്തില്ല. കാരണം താൻ ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്, മനുഷ്യന് വേണ്ടി അല്ല നൽകുന്നത്. ഇവിടെ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ മഹത്തായ ദൈവകൃപ? കഷ്ടതയുടെയും ദാരിദ്ര്യത്തെയും പട്ടിണിയുടെയും മധ്യത്തിലും ദൈവസഭയ്ക്ക് നൽകുവാൻ, ദൈവദാസന്മാർക്ക് നൽകുവാൻ, പട്ടിണി, ദാരിദ്ര്യം, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സമൃദ്ധിയായി നൽകുവാനുള്ള മനസ്സാണ് ദൈവകൃപ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഘോരഘോര പ്രസംഗങ്ങൾ അനേകം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ വാക്യം പറഞ്ഞിരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താ? പറഞ്ഞു തീരാത്ത ദാനം യേശുവാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഞാൻ അതിനെ നിഷേധിക്കുകയല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു തീരാത്ത ദാനം, ദി ഗിഫ്റ്റ്സ് ഓഫ് ഗിവിങ്, ഇതിന്റെ ശക്തി, ഈ ഗിഫ്റ്റിന്റെ ശക്തി, ഈ ദാനത്തിന്റെ ശക്തി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. നിത്യതയിലാണ് അതിന്റെ മഹത്വം തിരിച്ചറിയത്തുള്ളൂ. എന്നാൽ തുടർന്ന് ദൈവവചനത്തിൽ പറയുന്ന ചില വാണിങ്ങുകളൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 6:38 പറയാണ്, യേശു പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുങ്ങി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. ഇത് യേശു തന്നെ നാവ് കൊണ്ട് പറഞ്ഞതാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് ഹൃദയപ്രകാരം, ഏത് തരത്തിൽ സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി ഇവിടെ തന്നെ ലഭിക്കും. ഗലാത്യ ലേഖനം 6:6 പറയുന്നു, വചനം പഠിപ്പിക്കുന്നവനെല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. അതായത് ദശാംശമല്ല, ആ വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് ഓഹരി കൊടുക്കണമെന്നാണ് പറയുന്നത്. അവിടെ പറയാണ്, വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഏതാ, നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്, മാത്രമല്ല ദൈവത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ലൂക്കോസ് സുവിശേഷം ഞാൻ ആദ്യം പറഞ്ഞ 16-ാം അധ്യായത്തിൽ, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങൾക്ക് എങ്ങനെ ഭരമേൽപ്പിക്കും? അതായത് ഈ ഗിവിങ് നിത്യതയിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. എനിക്ക് 1-2 വാക്യം അവിടെ വായിച്ചേ ഒക്കെയുള്ളൂ. ലൂക്കോസ് സുവിശേഷം 16:9 മുതൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. എങ്ങനെയാണ്? ഈ പണം കൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ, എറിഞ്ഞിടുമ്പോൾ, അതുമൂലം ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളുടെ സ്നേഹിതന്മാരായി തീരുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. അതായത് ഈ ബുദ്ധിയോടെ പ്രവർത്തിച്ച ഈ വ്യക്തിയെ തൻ്റെ യജമാനൻ പുറത്താക്കി കഴിയുമ്പോൾ ഒരിക്കൽ സഹായിച്ചവരുടെ വീടുകളിൽ കയറി ചെല്ലുവാനുള്ള സാധ്യത അവൻ മുൻപിൽ കണ്ടുകൊണ്ട് സഹായിച്ചു എങ്കിൽ പറയുകയാണ്, നിങ്ങൾ നിത്യതയിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ, നിങ്ങൾ സുഹൃത്തുക്കളുടെ ഭവനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കണം, ആത്മാക്കളെ നിങ്ങൾ നേടണം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി. എന്തുകൊണ്ടാണ്? സമൃദ്ധിയുള്ളവൻ മാത്രമല്ല കൊടുക്കേണ്ടത്, അത്യല്പം ഒന്നും ഇല്ലാത്തവൻ, കൂലിപ്പണി എടുക്കുന്നവൻ, ദൈനംദിനം അന്നത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവൻ,
അവൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോൾ ദൈവം അത് സമൃദ്ധിയാൽ അവനെ നിറയ്ക്കും. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായി നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം തന്നെ നോക്കിയാൽ സമൃദ്ധി ഉണ്ടായിരുന്നത് വളരെ കുറവായിരുന്നു. വളരെ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു. അത് ദൈവവേലയ്ക്ക് ദൈവദാസന്മാർക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാരുടെ ഇല്ലായ്മയിൽ നിന്ന് നൽകിയതിൻ്റെ ഫലമാണ് ദൈവം എന്ന സമൃദ്ധിയിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് സമൃദ്ധി ഇല്ല എന്നല്ല പറയേണ്ടത്. ഈ സമൃദ്ധി നൽകിയിരിക്കുന്ന എന്തിന് പ്രയോജനപ്പെടണമെന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ സമൃദ്ധി ആയിരിക്കുന്നവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? യാക്കോബിന്റെ ലേഖനം 1:9-10 ഇങ്ങനെ പറയാണ്, എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും, അതായത് ഒന്നുമില്ലാതെ ദരിദ്രനായിരുത്തുന്നവനെ അവൻ കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കും, അവൻ ഉയർച്ച പ്രാപിക്കും. അവൻ പറയണം, ഞാൻ ദരിദ്രനായിരുന്നു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ നിങ്ങളൊരു ധനവാനാണോ കർത്താവിനെ അറിഞ്ഞെങ്കിൽ പറയാം, ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ പൊഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കണം. അവൻ പറയണം, അയ്യോ ഇതെല്ലാം ദൈവം തന്ന ദാനം, ഞാനൊന്നുമല്ല, അതിൻ്റെ എളിമയിൽ ഞാൻ പ്രശംസിക്കണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തിൽ സമൃദ്ധിയുണ്ട്. എന്നാൽ ആ സമൃദ്ധി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സമൃദ്ധിക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്നു, സമൃദ്ധിക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം ചെയ്തു കൂട്ടുന്നു. എന്നിട്ട് വിശ്വാസികളോട് പറയുന്നു, ഇല്ല, സമൃദ്ധിയല്ല, നമ്മൾ പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ് പ്രസംഗിക്കുന്നത്. അത് വഞ്ചനയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ദശാംശത്തെക്കുറിച്ച് ഒരു പഠിപ്പിക്കൽ നമ്മുടെ ഇടയിലുണ്ട്. പഴയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. 3 വിധ ദശാംശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏറെക്കുറെ 30% സമ്പത്തിൽ നിന്ന് കൊടുക്കണമായിരുന്നു. ഇന്ന് യഹൂദന്മാരെല്ലാം 30% സാധാരണയായി മാറ്റിവെക്കാറുള്ളത്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ തന്നെ നമുക്ക് നോക്കാം. എന്താണ് കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? കർത്താവ് മത്തായി സുവിശേഷം 23:23 കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീശന്മാരുമാണ് നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകവിയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയോ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ കർത്താവ് ദശാംശത്തിന് അവിടെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കർത്താവ് പറയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്യണം. മത്തായി സുവിശേഷം 5:20 വരുമ്പോൾ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അതായത് പഴയ നിയമത്തിൽ ദശാംശമാണ് പ്രധാനമെങ്കിൽ കർത്താവ് പറയുകയാണ്, അതല്ല, അതിലുപരിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും അതിൻ്റെ 6-9 വാക്യങ്ങളിൽ ലേവിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ലേവി കടിപ്രദേശത്തുണ്ടായിരുന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ദശാംശം കൊടുത്തു. ഇത് പൗലോസ് ഇവിടെ നിന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദശാംശം പുതിയ നിയമത്തിൻ്റെ ഉപദേശമല്ലെങ്കിലും ദശാംശത്തിന് മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ്. ഗലാത്യ ലേഖനം 6:6 പറയുന്നത്, നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. ഇതിനോടനുബന്ധിച്ച് ഞാനൊരു കഥയും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഒരിക്കൽ ധനാഢ്യനായിരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ചെന്നു. ഇവിടെ നിന്ന് മരിച്ചു സ്വർഗത്തിൽ ചെന്നു. ദൂതൻ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അനേക മണിമന്ദിരങ്ങൾ, വലിയ 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 കൊട്ടാരങ്ങൾ അതിലൂടെ കടന്നുപോയി. അതിമനോഹരമായിരിക്കുന്ന ഒരു കൊട്ടാരം കണ്ടപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, നോ, ഇതല്ല, ഇത് നിൻ്റെ അല്ല, ഇത് നിൻ്റെ പറമ്പിൽ ആശ്രിതയായി താമസിക്കുന്ന അമ്മച്ചിക്ക് വേണ്ടിയുള്ളതാണ്. ഓഹോ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര വലുതായിരിക്കും, ഞാനാണ് ഹോള് വെച്ചത്, ഞാനാണ് കൺവെൻഷൻ നടത്തുന്നത്, ഞാനാണ് പാസ്റ്ററെ നോക്കുന്നത് എന്ന് വലിയ സങ്കല്പത്തിൽ അദ്ദേഹം നടന്നു. എന്നാൽ വലിയ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞു, വലിയ തെരുവുകൾ കഴിഞ്ഞു, വലിയ ഹൈവേ കഴിഞ്ഞു, ഇടുങ്ങിയ റോഡിലെത്തി. അദ്ദേഹത്തിൻ്റെ വീട് കാണുന്നില്ല, അവിടെയെല്ലാം സാധാരണ വീടുകളാണ്. പിന്നെ ഒരു വഴിയിലേക്ക്, ഇടുക്ക വഴിയിലെത്തി. അത്യാവശ്യം ബൈക്ക് കടന്നു പോകും. അവിടെയും കഴിഞ്ഞ് മനുഷ്യൻ ഞെരുങ്ങി ഇറങ്ങുന്ന ഒരു വഴിയിലെത്തി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം പണിയൊക്കെ നടന്ന, വെയിലും മലയൊന്നും അധികം കൊള്ളാത്ത പണി തീർത്ത ഒരു വീട്. ദൂതൻ പറഞ്ഞു, ഇതാ നിൻ്റെ വീട്, ഇങ്ങോട്ട് കയറിക്കും. ആ വ്യക്തിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇതാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? അവിടുത്തെ സഭയുടെ എല്ലാ കാര്യത്തിലും ഞാൻ ചിലവഴിച്ചിട്ട് ഇത്രയാണോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു നിൽക്കാനൊന്നും നേരമില്ല, അവിടെ നിന്ന് അയച്ചു തരുന്നത് കൊണ്ട് ഇവിടെ പണി നടക്കത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ വാല്യൂ മാറും.
ഉദാഹരണത്തിന് ഡോളറിൻ്റെ വാല്യൂ വിവിധ രാജ്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്തങ്ങളതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞ പോലെ അവിടെ നിനക്കുള്ള സമൃദ്ധിക്ക് അനുസരിച്ച് ഇങ്ങോട്ട് അയച്ചു തരുന്നതിന് ഇവിടെ മൂല്യം മാറും. ആ അമ്മച്ചി അല്ലെങ്കിൽ ആ പ്രായമുള്ള സഹോദരി തനിക്കുള്ളതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. നിനക്കുള്ള സമൃദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ഇത് വാല്യൂ മാറിപ്പോയി എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇതൊരു സാങ്കല്പികമായിരിക്കാം, എന്നാൽ അത് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നിത്യതയിൽ നമുക്ക് സ്ഥാനമാനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പൊസിഷണൽ വൈസ്, നമ്മുടെ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ മാനിക്കപ്പെടും. 2, നമ്മുടെ പൊസഷൻ, നമ്മളെങ്ങനെ, നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നനുസരിച്ച് മാനിക്കപ്പെടും. പൊസിഷനെ കുറിച്ച് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് പൊസിഷൻ? പൊസിഷനെ കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12:2 ഇങ്ങനെയാണ് പറയുന്നത്: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലും എന്നും എന്നേക്കും പ്രകാശിക്കും. എന്താണ് അവിടെ? നമുക്ക് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യു ആർ മൈ ക്രൗൺ, യു ആർ ദി ക്രൗൺ ഓഫ് റിജോയ്സിങ്. എൻ്റെ അത് തന്നെ 1 തെസ്സലോനി 2:19-20 പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. ആത്മാക്കളെ നേടുന്നവർക്കുള്ളതാണ് സന്തോഷത്തിൻ്റെ സ്ഥാനം. അതായത് ഈ ഭൂമിയിൽ നമുക്കെല്ലാം ഉണ്ടെന്ന് സങ്കല്പിക്കുക, സമൃദ്ധിയുണ്ട്. നമ്മളിവിടെ ഇരുന്ന് വിചാരിച്ചാൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഈ ലോകത്തിൽ എന്തും സാധിക്കുമെന്ന് സങ്കല്പിക്കുക. എന്നിട്ടും സന്തോഷമില്ലെങ്കിൽ എന്താ അർത്ഥം? സന്തോഷമില്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഈ അവസ്ഥ സ്വർഗത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്വർഗത്തിൽ കടന്നുകൂടിയതുകൊണ്ടല്ല, സ്വർഗത്തിൽ സന്തോഷിക്കുന്നത് ആത്മാക്കളെ നേടുന്നവരാണ്. എങ്ങനെ? ഓരോ ആത്മാക്കൾ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ, നമ്മുടെ പണത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും സുവിശേഷം അറിഞ്ഞ കർത്താവിനെ അറിയുമ്പോൾ അവരൊക്കെയും നമ്മുടെ കിരീടങ്ങളാണ്. അവർ പറയും, ബിക്കോസ് ഓഫ് യു ഐ ആം ഹിയർ. നിങ്ങൾ നിമിത്തമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ വന്നൊന്ന് പാർക്ക്, താമസിക്ക്. അതിനുവേണ്ടി നമ്മളെ നിർബന്ധിക്കും. എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 4:35 കാണുന്ന വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കുന്നവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വാങ്ങി കൂട്ടിവെക്കും. എന്താണ് വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുക? വചനം വിതയ്ക്കുവാൻ സാധ്യമായിരിക്കുന്ന പ്രാർത്ഥനയും സമ്പത്തും എല്ലാം വിതയ്ക്കുന്നവൻ, അവന് വേണ്ടി ഒരു കൊയ്ത്തുണ്ട്. അവൻ സന്തോഷിക്കും. 2 കൊരിന്ത്യർ 5:10 പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് തീയതായെങ്കിലും നല്ലതാകലും ഒത്തവണ്ണം പ്രാപിക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിത്യതയിൽ കണക്കപ്പെടും. 1 പത്രോസ് 1:17 പറയുന്നത്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടാകും. ഇതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രശസ്തനായിരുന്ന, ലോകത്തെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരു വ്യക്തിയായിരുന്ന, ക്രിക്കറ്റ് താരങ്ങളിലൊത്ത വ്യക്തിയായിരുന്ന C.T. സ്റ്റഡ് എന്ന സുവിശേഷകൻ പറഞ്ഞ ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. Only one life which will soon be past. Only what is done for Christ will last. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് വേഗം പകർന്നു. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സന്ദേശം നിൽക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിനക്ക് സമൃദ്ധി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ സമൃദ്ധി നിനക്ക് ഉള്ളതുപോലെ ജീവിക്കുവാൻ വേണ്ടിയല്ല. ആ സമൃദ്ധിയിലൂടെ ദൈവസ്നേഹം നിന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം, ഇല്ലാത്തവർ തിരിച്ചറിയണം. ആത്യന്തികമായി നിന്റെ നിത്യതയ്ക്ക് വേണ്ടി അത് നിക്ഷേപിക്കുന്നില്ല എങ്കിൽ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുന്നില്ല എങ്കിൽ, നിന്റെ സമൃദ്ധി കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് വരുന്ന കാലങ്ങളിൽ മാനസാന്തരപ്പെട്ട ദൈവവചനപ്രകാരം സമൃദ്ധി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ